നാടകം ഹോട്ടൽ പാരഡൈസ് ഇൻ ബാർ അറ്റാച്ച്ഡ്. നാടകരചന സജീവൻ അരങ്ങത്ത്. നാടക സംവിധാനം രഞ്ജു ചന്ദ്രൻ. അവതരണം നവരത്ന കലാസമിതി, പന്തല്ലൂർ, തൃശൂർ. ഹോട്ടൽ പാരഡൈസ് ഇൻ ബാർ അറ്റാച്ച്ഡ്. नीले गगन के तले धरती का प्यार पले, नीले गगन के तले धरती का प्यार जग में आती है सुबह ऐसे ही നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗരമധ്യത്തിൽ വീണ്ടും പ്രണയ കൊലപാതകം. തലസ്ഥാന നഗരിയിൽ പട്ടാപ്പകൽ ജനമധ്യത്തിലാണ് പെൺകുട്ടിയെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. അതിക്രൂരമായി വെട്ടേറ്റ പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. 2 വർഷമായി നിങ്ങളുടെ റിലേഷൻ അറിഞ്ഞ പിന്നെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ് പറഞ്ഞ. നിനക്ക് അവളുടെ അച്ഛൻ അറിയാല. നീ നെർവസ് ആവല്ലേ? വന്നിരിക്കേ. നിനക്ക് സ്ഥലം തെച്ചിട്ടില്ലല്ലോ. എത്ര നേരം ഇവിടെ ഇങ്ങനെ പോസ്റ്റ്. എനിക്കൊന്ന് രണ്ടിനൊന്നും അറിയണല്ലോ. അപ്പൊ നീ വേറ്റി എടാ, കാലങ്ങളായിട്ട് അങ്ങനെ സങ്കേത ഇത് ഈ നേരത്തെ ടേബിളിൽ ആള് വരും. വരാതെ എവിടെ പോവാനാ? നീ ഇത് പിടിച്ച രാഹുലെ, ഞാൻ വീണ്ടും പറയാ. എടാ, മാധവമേന ഈ നാട്ടിലെ വലിയ ബിസിനസ്സുകാരനാ, പഴയ തറവാടി. ആളെ എന്ത് കണ്ടിട്ട് ആളുടെ മോളെ നിനക്ക് തരണേതറിയില്ല. പ്രേമിച്ചു കരുതിട്ടോ. അത് ക്യാമ്പസ് പ്രണയം നടക്കില്ല രാഹുലെ. ഇത് നടപടിയാവില്ല. അതാ എല്ലാത്തിനും കാരണം അയാളാ. അയാൾ ഒരുത്തനാ. അവളുടെ തണ്ട. അവളെ പറഞ്ഞ് ഡ്രൈവ് ആക്കിയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ വിളിച്ച ഫോൺ എടുക്കാതിരിക്കോ? കണ്ടടാ, കാണി നീ കണ്ടോ? ഞാൻ മാത്രമേ ഉള്ളൂ. അതാ ഓർഡർ പ്ലീസ് സർ. പുതിയ ആളല്ലേ? അതെ സർ. അവിടെ പറഞ്ഞാ മതി. മാനേജർ സാർ പറഞ്ഞു. എങ്കിൽ സാർ ഒന്ന് ഓർഡർ ചെയ്താൽ സന്തോഷമാണ്. ഓക്കെ. സിംഗിൾ മാൾട്ട് വിസ്കി. 1 ലാർജ്. ശരി സാർ. 1 ദ്രോ. പിന്നെ ക്യാഷ്. അത് മതി. ശരി. ഫുഡ് ആദ്യം അത് കൊണ്ടുവരൂ, എന്നിട്ട് പറയാം. ശരി. കഴിഞ്ഞിടോ.
ഒന്നുമില്ല, ഒരു റൂട്ടീൻ ചെക്കപ്പ്. ആ നമ്മുടെ ഡോക്ടർ ചെറിയാൻ ഇനിയും ഒരു 25 കൊല്ലം സുഖമായി ഓടും. ഇപ്പോഴോ നമ്മുടെ സ്ഥിരം സ്ഥലം വരുന്നില്ലേ? താനൊക്കെ അച്ചിക്കോന്നനായി വീട്ടിലിരി. ശരി ശരി. സാർ. എന്താണോ ജോയിൻ ചെയ്തത്? അതെ സാർ. എന്തവിടെയായിരുന്നു? പല സ്ഥലത്ത് ഒരിടത്ത് സ്ഥിരമായിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഓരോരോ കാരണങ്ങളായിട്ട്. സാറ് കഴിക്കും സാർ. ഫുഡ് എന്താ വേണ്ടത്? എന്താ? ചെമ്പല്ലി ആയിക്കോടെ കരിമീൻ പൊരിച്ചു, പിന്നെ കറി വെച്ചതും ചെമ്പല്ലി വറുത്തരച്ചതും. ചെമ്പല്ലി പൊള്ളിച്ചത് വലുതന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ ഷെഫിനോട് പറയൂ മാധവനാണെന്ന്. അയാൾക്ക് അറിയാൻ പറ്റരുത്. ശരി സാർ. അമ്മേ ഞാൻ വരാം. ഇവിടെ ഇവിടെ വെങ്കടിന്റെ കൂടി ഉണ്ട്. അമ്മ ഇങ്ങനെ കൂടെ കൂടെ പിടിച്ച് ശല്യം ചെയ്യണം എന്തിനാ? ശരി, ഞാൻ വരാം. അയാളോട് സംസാരിക്കാം. മദ്യത്തിനൊരു ഗുണമുണ്ട്. ഏത് പീരും രണ്ടെണ്ണം അടിച്ച ഡബിൾ സ്ട്രോങ് പിടിക്ക്. പിന്നെ ഈ ലോകം മൊത്തം അവന്റെ കാൽ കീഴ. ധീരവിനെ ധീരനാക്കും. ജാതിയും കുലമഹിമയും പറഞ്ഞ അയാൾ എന്നെ അവളിൽ നിന്ന് അകറ്റിയത് ഞാൻ ദരിദ്രനായത് എന്റെ കുറ്റം കൊണ്ടാണോ? കർത്തവനോട് പ്രണയിക്കാൻ പാടില്ല. കർത്തവനെന്നും മടിയെ പോലെ ചെരുപ്പണക്കി ജീവിക്കണോ? ഇല്ല, ഇനി ഇതേ രക്ഷയുള്ളൂ. എന്റെ സങ്കടം ഒരു കോംപ്ലക്സാ. ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയതാ ഈ പരിഹാസം. ആരും ഒന്നും പറയില്ല, എല്ലാവരും വലിയ വലിയ പുരോഗമനക്കാരാ. പക്ഷേ ഇതിനൊരു കാര്യം വന്നാ അപ്പൊ പുറത്തു വരും കഴിഞ്ഞാ എനിക്ക് ശ്വാസം മുട്ടണം. സാർ. ഓക്കെ, ഒരു ലാർജ് കൂടെ. ഓ വിസ്കി സെയിം. ശരി. ആ തിരക്കില്ല. അറിയാം. ആയിക്കോട്ടെ. ആ ചാനലിന്റെ ബോഡി അത് കുടിക്കും. ഓ ശരി. വിവാഹത്തിന് താല്പര്യം കുറഞ്ഞതോടെ സഞ്ജുവിന്റെ വിദ്വേഷം വർദ്ധിക്കാൻ കാരണമായി. കൊലപ്പെടുന്ന ദിവസം ആതിരയുടെ വീട്ടിലെത്തിയ സഞ്ജു ആതിരയുമായും ആതിരയുടെ വീട്ടുകാരുമായും ഏറെ നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രതി കൃത്യം നടത്തിയത്. കറിക്കരിയുന്ന കത്തിയാണ് പ്രതി ആയുധമാക്കിയത്. മരണം ഉറപ്പാക്കിയ ശേഷം സഞ്ജു ആത്മഹത്യാ ശ്രമം നടത്തുകയുണ്ടായി. ഞാനൊന്ന് ടോയ്ലറ്റ്
അത് വിട്. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാ. ഞാനത് അവനോട് പലവട്ടം പറഞ്ഞതാ. മനസ്സിലാവില്ലെന്ന് വെച്ചാ ഞാൻ എന്താടാ ചെയ്യാ? അച്ഛനിതൊന്നും അറിയില്ല. അറിഞ്ഞാലും സമ്മതിക്കില്ല. അതുകൊണ്ട് അച്ഛനറിഞ്ഞു പ്രശ്നമാണ്. ഞാനൊരു കള്ളം പറഞ്ഞതാ. ഒരു ജീവിതം അത് പ്രണയോന്ന് പറഞ്ഞ് കളയാനുള്ളതാ. റബ്ബിഷ്. നിറം മാത്രമല്ലടാ, അവന്റെ മനസ്സും കറുപ്പാ. പിന്നെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കാത്തിരുന്നേ. അച്ഛനോട് പറയാൻ തന്നെ ഒരു അന്തസ്സുണ്ടല്ലോ. പഠിത്തര്, നല്ല കമ്പനിയിൽ ജോലി. ഹലോ ഹലോ വെങ്കി, വെങ്കി, ഹലോ ഹലോ. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? പാടിമറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ? എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻതുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ ചേർത്തുവച്ച മാധുര്യവും മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ട്. അതും പേറി ഞാൻ യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു. എന്നെ തപ്പി ഞാൻ ഈ കോളേജ് മൊത്തം നടന്നു. സിവില്ല പിള്ളേരെ പറഞ്ഞ ഇതിന്റെ മണ്ടയ്ക്ക് വന്നിരിക്കാന്ന്. നീ എന്തല്ലേ അഭിക്കാറത്തെ? നീ എണീറ്റേ വാ, അന്ന് ലാബിയാ നോക്കി. എന്റെ തലയിലൊന്നുമില്ല, എനിക്കാകെ പെരുത്ത് കയറിക്ക. ഒന്നും എന്റെ മനസ്സിലില്ല. സഖാവിന് വല്ല മലയാളവും കവിതയും പഠിച്ചാ പോരായിരുന്നോ? ഈ കവിതയും തിയറിയും ഒരിക്കലും ചെയ്യില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. അപ്പോ അമ്മയുടെ സ്വപ്നം മോൻ വലിയ എഞ്ചിനീയർ ആവണമെന്ന്. അതെ, അമ്മയുടെ സ്വപ്നം. അതുകൊണ്ട് മാത്രം ഒരിക്കലും മനസ്സുണ്ടായിട്ടല്ല. മനസ്സിലറിയെ കവിതയും എഴുത്തും സ്വപ്നങ്ങളും മാത്രം. പക്ഷേ അമ്മ. പിന്നെ ഇപ്പൊ എന്താണ് നിന്റെ പ്രശ്നം? കഴിഞ്ഞ 7 സെമ്മ നീ പുല്ല് പോലെ പാസ്സായില്ലേ? ഒറ്റ ബാക്ക് പേപ്പർ ഉണ്ടാ. എല്ലാത്തിനും കരകരി ഇവിടെ ഒറ്റ നിന്റെ ഒടുക്കത്തെ പ്രേമം. എടാ, ഇവനെ പോലൊരു വിപ്ലവകാരിയെ എങ്ങനാടാ മുത്തേ അറിയിക്കാതിരിക്കുന്നത്? നീ ഇവന്റെ കണ്ണുകൾ കണ്ടോ? സ്വപ്നങ്ങൾ ഉറങ്ങുന്ന ശാന്തതയാ. പിന്നെ ഇവന്റെ വിരലുകൾ, ഇവന് മാത്രം പറയാൻ അറിയുന്ന കഥകൾ. എല്ലാത്തിനുമുപരി ഇവന്റെ ഈ എണ്ണക്കറുപ്പ് കൃഷ്ണനല്ലേ? അവൾക്ക് പ്രാന്ത, പൂത്ത കാശ്, ഇട്ടുമൂടാൻ സ്വത്ത്, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എണീക്കേ നീ വന്നേ, വന്ന് ലാബി. പ്രേമിച്ച് മഴയും കൊണ്ടിരിക്കവൻ. സ്വർഗത്തിലെ കട്ടുറും ഭാഗല്ലേ മോനെ. നീ പോ. ഞാനും എന്റെ കൃഷ്ണനും കൂടി ഇവിടം ഒരു വൃന്ദാവനമാക്കട്ടെ. ഈ പ്രളയമഴ ഞങ്ങൾക്ക് ചുറ്റും തിമിർത്തു പെയ്യട്ടെ. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ? പാടിമറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ? എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻതുള്ളിയും. ആതിരയും സഞ്ജുവിനെയും പറ്റി നല്ല അഭിപ്രായമാണ് കൂട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നത്. കോളേജിലെ ഏതൊരു പരിപാടികളുടെയും പുറകിൽ ഇരുവരുടെയും സജീവ സാന്നിധ്യം ഉണ്ടാകാറുണ്ടായി. പക്ഷേ സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഹീനപ്രവൃത്തി കോളേജിനാകെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ് ഈ എല്ലാത്തിന്റെയും കാരണം എന്നാണ് കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം.
ഇതിപ്പോ ഇങ്ങനെ ഒരു ഫാഷനാ സാർ. മതി ഒരാളെ സ്നേഹിക്കുക, അവസാനം കുത്തിക്കേറിയാണ് കൊല്ലുക. ഒരിക്കൽ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ സാറേ കൊല്ലാൻ കഴിയുക? സാറ് കഴിക്കും. കുക്ക് പറഞ്ഞു സാറ് നന്നായിട്ട് സർവ് ചെയ്തതിന് സാർ നന്നായിട്ട് ചെയ്തിരുന്നു. സാറ് കഴിക്കും, ഞാൻ വിളിക്കാം. സാറേ ഇത്ര വലിയ വിലയുള്ള സാധനമൊക്കെ വെറുതെ കളയാ. വീട്ടിൽ നിന്ന് തോന്നുന്നു സാറേ. സാറേ എന്നോ സോറി സാർ, വേഗം തിരക്കി മാറ്റോട് നോക്കിയെടുക്കാതെ. സാർ ഇതിനോട് സീരിയസ് സ്റ്റാഫല്ല, അതുകൊണ്ട് ചെറിയ കൈപ്പെടാം. സാറിന്റെ പങ്ക് എത്ര വിട്ടു കൊടുത്തോളൂ. എന്താടോ തനിക്ക് ഇതുവരെ മര്യാദക്ക് ഒരു ജോലി ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? താൻ എത്ര നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നാ പറഞ്ഞ് മാറാ. ഇത് കൊണ്ടുപോയി കൊടുക്കും. സാറേ അയാളെ മരിച്ചിരിക്കുക. താൻ ശരിക്കും നോക്കിയോ? വെറുതെ ഇല്ലാത്ത പറയരുത്, പണി കിട്ടൂട്ടാ. ഞാൻ നോക്കിയതാ സാറേ, ശ്വാസമില്ല, മരിച്ചിട്ട് അധികം നേരം ആയിട്ടില്ല. സാറേ നമുക്ക് പോലീസിനെ വിളിക്കേ? അത് പാടില്ല, ആരും അറിയരുത്. കെയർഫുൾ, ഓക്കെ? കാണാച്ചോണ്ട CCTV ഓഫ് ചെയ്യും വേഗം. നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. ഇവിടെ വേണ്ടോ ഇവിടെ മതി. ഇവിടെ ഇരുന്നാലേ ടിവിയില് വാർത്തയും കേട്ടോ. പിന്നെതാ മാന്യന്മാരോട് ഇടയ്ക്ക് കുശലവും പറയാം. നമസ്കാരം. വാ ഓൾഡ് മങ്ക ഒന്ന്. പിന്നെ സോഡ. ഒരു ബ്രാഞ്ച് മാറരുത്. ടിക്കറ്റിങ് മനസ്സിലായില്ല. ഈ നഗരത്തിൽ 3 ഷോപ്പിംഗ് കോംപ്ലക്സ്, 2 ടെക്സ്റ്റൈൽസ്, 1 ജ്വല്ലറി, ഇട്ടുമൂടാനുള്ള കാശ്. എന്താല്ലേ താന്റെ കഥയായിട്ട് സാധനം കൊണ്ടാണോ സാറേ? ഞാൻ ആ യൂത്തന്മാരുടെ അടുത്ത് പോയിട്ട് സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഹലോ ലൈറ്റ് ഉണ്ടോ? മോശം, പരമമോശം. ഈ പ്രായത്തിൽ വലിച്ചിരിക്കും നിങ്ങൾ. നല്ല പൂസാണല്ലോ. എന്തുകൊണ്ട് കേസ്? പ്രേമ. പിള്ളേരെ ഈ പ്രായത്തില് ഇമാതിരി പിള്ളേര് ഇങ്ങനെ അടിച്ച് കിട്ടിയായിരിക്കണെങ്കിൽ അതിനൊറ്റ കാരണേ ഉള്ളൂ, പ്രേമം. തേച്ചിട്ട് പോയി മണ്ണിനെ നമ്പാം, പെണ്ണിനെ നമ്പാൻ പാടില്ല എന്ന് ഇതുവരെ ഗഡികൾക്ക് മനസ്സിലായില്ല എന്റെ കർത്താവേ. അവളുടെ തന്ത അയാൾ ഒരുത്തനല്ലാത്തതിനും കാരണം വിവാഹത്തിന് താല്പര്യം കുറഞ്ഞതോടെ സഞ്ജുവിന്റെ വിദ്വേഷം വർദ്ധിക്കാൻ കാരണമായി. കൊലപ്പെടുന്ന ദിവസം ആതിരയുടെ വീട്ടിലെത്തിയ സഞ്ജു ആതിരയുമായും ആതിരയുടെ വീട്ടുകാരുമായും ഏറെ നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് പ്രതി കൃത്യം നടത്തിയത്. കറിക്കെറിയുന്ന കത്തിയാണ് പ്രതി ആയുധമാക്കിയത്. കുറെ നേരം പ്രേമം എന്ന് പറഞ്ഞ് പിന്നാലാണ്
പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കുത്തിക്കീറാണ്. എന്തുട്ട് പ്രേമത് എപ്പോഴായിട്ടും പ്രേമിച്ചിട്ടാ. 1 കൊല്ലല്ല 8 കൊല്ലം. നേരത്തെ എന്തുട്ടുണ്ടാക്കി. സൂസന്ന ഒരു അമേരിക്കക്കാരനെയും കിട്ടി. ഒറ്റ പോക്ക്. എന്നിട്ടാ എപ്പോളായിട്ടും ആരെങ്കിലും കൊന്ന, അല്ല പോളേട്ടനെ അവളെ അപ്പനെ കൊന്ന ഒന്നും ഉണ്ടായില്ല. പോളേട്ടന്റെ അമ്മയുടെ മാതാവിനോടുള്ള മുട്ടിപ്പായ പ്രാർത്ഥന അതൊന്നോട് മാത്രമല്ല. പോളേട്ടൻ ഇപ്പോഴും ഇങ്ങനത്തെ പട്ടക്കം പോലെ നടക്കുന്നത്. മനസ്സിലായ അമ്മയുടെ കാര്യം പറഞ്ഞത് അമ്മച്ചിയുടെ ഫോൺ കണ്ട. അമ്മച്ചേ പോളിതാ വന്നു. അമ്മച്ചി അവിടെ പ്രാർത്ഥന എത്തിക്കുന്ന നേരത്ത് പോള അവിടെ ഉണ്ട്. പിള്ളേരെ കൊല്ലാനും ചാവാനൊക്കെ നിൽക്കാണ്ട് ഉണ്ടല്ല. 2 പേരുള്ള നേരത്ത് വീട്ടിൽ പോവാൻ നോക്കും. കൊന്നാലും ചത്താലും നഷ്ടം നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക്. അവക്ക് വേറെ ചെക്കന് കിട്ടും. നിന്റെ ഒക്കെ അമ്മയ്ക്ക് വേറെ മോനെ കിട്ടുവാടാ. അവളോട് പോയിക്കാൻ പറഞ്ഞ ഇനി ഇതൊക്കെ പറയാ ആരോ ചോദിച്ച ആരുമല്ല. പറയണം തോന്നി പറഞ്ഞു, അത്ര തന്നെ. നമ്മളെ ബില്ല് കൊണ്ടുവരേ. വച്ചോ. അല്ല സാറേ, ഇന്ന് വീട്ടിൽ പോകുന്ന കിട്ടണ സമാധാനം ലോകത്ത് പിന്നെ കിട്ടണല്ലേ. വീട്ടിൽ പോവാൻ പിടിക്കുമ്പോ കൈ വിറക്കാതിരിക്കാനാ. എന്റെ ജീവിതം നടത്തി പിന്നൊന്നും വെറുതെ വിടാൻ പാടില്ല. സാറേ, കാര്യങ്ങളാകെ കൈവിട്ടു പോയിരിക്കും. പയ്യന്റെ കയ്യിൽ കത്തി. അവൻ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുക. നമുക്ക് പോലീസിൽ അറിയിക്കാൻ സാർ. പോലീസിനെ വിളിച്ച് നമ്മൾ കുടുങ്ങില്ലേ? ആ ഇരിക്കുന്ന മാധവൻ സാർ ആരാണ് തന്റെ വിചാരം? ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു VIP. അദ്ദേഹത്തിന് ഈ ബാറിൽ വെച്ചുള്ള മരണം പുറത്തങ്ങനെ അറിഞ്ഞാൽ ബാർ അടച്ച് പൂട്ടേണ്ടി വരും. നമ്മൾ കുടുങ്ങും, നമ്മുടെ പണി പോവും. അത് പാടില്ല. മുതലാളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്ക് ഈ നാടകം തുടരണം. അമ്മ 2 പേരും നല്ല പറ്റ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. ചെല്ല്, ആ ടേബിളിൽ മദ്യമ ഭക്ഷണം എന്തായാലും കൊടുക്ക്. ചെല്ലണോ? എനിക്ക് വയ്യ സാറ്. ആയിരിക്കുന്നത് ഒരു ശവശരീരം. എനിക്ക് പേടിയാ സാറേ. ദയവ് ചെയ്ത് എന്റെ ഇതൊന്ന് ഒഴിവാക്കി താ സാറേ, പ്ലീസ്. തനിക്കൊരു സ്ഥിരം ജോലി വേണ്ടേ? തന്റെ ഗർഭിണിയായ ഭാര്യ ഹോസ്പിറ്റലിൽ കാണിക്കണ്ടേ? എനിക്കുമുണ്ടോ ഭാര്യയും കുട്ടികളും. അതുകൊണ്ട് നമുക്ക് ഈ 2 ആൾക്ക് ഈ ജോലി കൂടിയേ തീരൂ. ചെല്ലടോ ചെല്ലടോ.
അമ്മയുടെ മോൻ വീട്ടിലേക്ക് വാ. അമ്മ ഇനി ഒന്നും പറയില്ല നിന്നെ. നിനക്ക് ഇഷ്ടമുള്ളത് നീ പഠിച്ചോ. എഞ്ചിനീയറിംഗ് ഇഷ്ടമില്ലെങ്കിൽ നീ പോണ്ട. നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടാണെങ്കിൽ അമ്മ ഇനി നിന്നെ ഒന്നും പറയില്ല. അമ്മയുടെ മോൻ വാടാ. അമ്മയ്ക്ക് നീ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇവിടെ പറ്റണില്ലടാ. അമ്മ വിളിച്ചടാ. അമ്മ സമ്മതിച്ചു. അമ്മയ്ക്ക് പേടിയായിരുന്നടാ. ലക്ഷ്മിയുടെ വീട്ടുകാര് എന്നെ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയായിരുന്നു. പാപം ഞാനൊന്നും പെങ്ങിയ അമ്മയ്ക്ക് പറ്റില്ലടാ. ഇനിത് ഇയാളല്ല, ഇയാളെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും എനിക്കൊരു ചുക്കില്ലടാ. ഈ വിവരം ലക്ഷ്മിയെ കൂടെ ഒന്ന് വിളിച്ചു പറയാം. നീ എന്നെ അവളെ വിളിക്കണ. അങ്ങനെ അവളെ നിന്നെ ഫോണൊന്നും എടുക്കില്ല. അതെന്താണ്? നീ ചൂടാവൊന്നും വേണ്ട. നീ ഇതൊന്നും കേട്ടെ. അച്ഛൻ ഇതൊന്നും അറിയില്ല. അറിഞ്ഞാലും സമ്മതിക്കില്ല. അതുകൊണ്ട് അച്ഛൻ അറിഞ്ഞു പ്രശ്നമാണ് ഞാനൊരു കള്ളം പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ ഒരു ജീവിതമുള്ളത് പ്രണയമെന്ന് പറഞ്ഞ് കളയാനുള്ളതാ. റബ്ബിഷ്. നിറം മാത്രമല്ലടാ, അവന്റെ മനസ്സും കറുപ്പാ. പിന്നെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കാത്തിരുന്നേനെ. അച്ഛനോട് പറയാൻ തന്നെ ഒരു അന്തസ്സുണ്ടല്ലോ. ഹലോ ഹലോ വെങ്കി വെങ്കി. ഹലോ ഹലോ. തെറ്റാടാ ഞാൻ അവളോട് ചെയ്ത്. എനിക്ക് ശ്വാസം മുട്ടുന്നു. ഞാൻ എങ്ങനെയാടാ? എനിക്ക് മനസ്സിലായി. അവളെ തീർക്കേണ്ടത്, അവളെ തന്നെ തീർക്കേണ്ടത്. ശേഷം ജയിലിൽ പോയി നരകിക്ക്. 8 വർഷം മുമ്പ് അച്ഛൻ മരിച്ചപ്പോ കാക്കിക്കും മരുന്നിന് കൊടുക്കാൻ നോക്കിക്കൊണ്ടിരുന്ന അമ്മേനെ വീട്ടില് ചെന്നാത്തിനെ കൊല്ലേ. പോകാൻ വരണ. അവള് നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. നീ അത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ചത്തും കൊന്ന് തീർക്കാനുള്ളതാടാ ജീവിതം. നിന്നെ ഞങ്ങൾക്ക് വേണം. നിന്നെ പോറ്റി വളർത്തി നിന്റെ അമ്മയ്ക്ക് വേണം. സന്തോഷം സാർ. ഒരു മിനിറ്റ് കേട്ടല്ലോ. എനിക്ക് ആരെയും കൊല്ലണ്ട. എനിക്ക് ജീവിക്കണം. എന്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം. പക്ഷേ നിങ്ങളുടെ മോളെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഒരു പെണ്ണ് എങ്ങനെ ആകരുത് എന്ന് പഠിപ്പിച്ചത് അവളാ. ഗുഡ് നൈറ്റ്. ഹലോ, ആരാ? ലക്ഷ്മിയ. മോളെ, അച്ഛൻ ഇന്ന് ഇത്തിരി കൂടുതൽ ഫിറ്റാ. മോൾ ആരെങ്കിലും ഒന്ന് ഈ ബാറിലേക്ക് അയക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു, പ്ലീസ്. ജോൺ, അതല്ലേ തന്റെ പേര്? എടോ, നമുക്കിനി ബാർ അടയ്ക്കാം. സമയം 10:30 കഴിഞ്ഞു. നമ്മുടെ റോൾ ഇവിടെ തീരാ. മുതലാളി താഴെ വന്നിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കൊള്ളു. എടോ, ഞാൻ തന്നോട് കുറച്ച് റഫായി പെരുമാറിപ്പോയി. എല്ലാവരും ജീവിത പ്രശ്നമല്ലടോ. ജീവിതം നല്ലൊരു നാടകല്ലേ സാറേ? അഭിനയിക്കേണ്ടി വരും. അഭിനയിച്ചു മനുഷ്യനല്ലേ?
നമുക്കിനി ബാറടയ്ക്കാം. ശരി സാറേ, ഈ കറുപ്പിനെല്ലാം എന്ത് ഭംഗിയല്ലേ സാറേ? അതെന്താണോ താൻ അങ്ങനെയൊക്കെ പറയുന്നത്? വെളിച്ചം കണ്ണിലുണ്ടെങ്കിലേ എല്ലാ നിറങ്ങളെയും തിരിച്ചറിയാൻ കഴിയും. എല്ലാ കണ്ണുകളിലും വെളിച്ചം നിറയട്ടെ, എല്ലാവരിലും വെളിച്ചം നിറഞ്ഞു തുളുമ്പട്ടെ. ഒരു പൈൻ്റ് തരൂ. ഇന്നത്തെ സമയം തീർന്നു. ഇനി നാളെ കൃത്യം 9:30 ഈ പാരഡൈസ് ബാർ നമുക്ക് തുറക്കാം. അതുവരെ ഇത് അടഞ്ഞു തന്നെ കിടക്കട്ടെ, അല്ലേ സാർ? അതെ.